ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഒരു വിഭവമായ കുറുക്ക് കാളൻ ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ. അതിന് വേണ്ടി എടുത്ത കഷ്ണം ചേന, നേന്ത്രക്കായ, പിന്നെ പച്ചമുളക്. ഇത് ഞാൻ ആദ്യം കുക്കറിലിട്ട് വേവിക്കട്ടെ. ഇത് ഞാൻ കഷ്ണം എല്ലാം അത്യാവശ്യം ഉടച്ചെടുത്ത് കുരുമുളകും ജീരകവും മോരും തേങ്ങയും കൂടി ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറുക്കാൻ തുടങ്ങാം. കാളൻ കുറുക്കണം. അതായത് ഈ മോര്, കുരുമുളക്, ജീരകം എല്ലാം കഷ്ണത്തിമിൽ പിടിച്ച് ഇത് നന്നായി കട്ടയാവും. അപ്പം ഞാൻ ബാക്കി തേങ്ങയും മോരും കൂടി കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ കഷ്ണത്തിൽ പിടിച്ച് പൊട്ടി പിടിച്ച് വറ്റും. അപ്പോഴാണ് അത് ഒഴിക്കുക. എന്നിട്ട് ഒരു തുള്ളി നെയ്യ് ഒഴിക്കുക. ഇതാണ് കാളൻ്റെ കളർ. ഇത് തിളക്കലിടങ്ങട്ടെ. ഇതത് കുറുകാൻ തുടങ്ങിയിട്ടോ. പടയേന്നിങ്ങനെ പൊട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഒന്നും കൂടി കുറുകണം. അപ്പം ഇതിൽ വെള്ളമൊക്കെ വറ്റി എല്ലാം ഉപ്പ്, കുരുമുളക്, ജീരകം എല്ലാം ഇതായത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മോരും തേങ്ങയും കൂടി അരച്ച ലാസ്റ്റ് അരച്ചത് ഇതിലിടാം. ഞാനിതൊരു 5 മിനിറ്റും കൂടി ഇളക്കിയിട്ട് കുറച്ചും കൂടി തിക്കാവട്ടെ. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ ഞാൻ എല്ലാ ചേരുവകളും ഒക്കെ ഇതാക്കി കട്ടയാക്കി വെച്ചിട്ടുണ്ട്. വല്ലാണ്ട് കട്ടയുണ്ട്. അപ്പോൾ പിന്നെ അത് പാറക്കഷ്ണം വിളമ്പണ പോലെയാവും. ഓക്കെ, ഇനി കാണിച്ചു തരാം. വിളമ്പുമ്പോൾ കേട്ടോ ഇങ്ങനെ പാകമായിട്ടാണ് വിളമ്പുന്നത്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക, സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടോ, വരുവോ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പുളിച്ച തൈരാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അത് കിട്ടിയില്ല. സാധാരണ തൈരാണ്, അതുകൊണ്ട് പുളിരുചി കുറവാകും. സാധാരണ കാളന് കുറച്ച് പുളിച്ച തൈര് ഉപയോഗിക്കണം. ഇതൊന്നുമല്ല. അപ്പം ഇത് വാങ്ങി വെച്ചിട്ട് ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ.
നല്ല സ്മെല്ല്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം പിടിച്ച് ഇനി നമുക്ക് വറുത്തിടാണ്ട കുറച്ച് ഉലുവ എടുക്കുക. ഇനി ഉലുവ ഇട്ടില്ലെങ്കിലും വേണ്ടില്ല. കറിവേപ്പില, മുളക്, കടുക്, എണ്ണ വെച്ചിട്ടുണ്ട്. കടുക് നല്ലോണം ഇടണം കേട്ടോ. കടുക് ഇട്ടു. മുളകിട്ടു. കറിവേപ്പില, ഇത് മുരിഞ്ഞ ഉലുവ, ഇത് സ്പീഡിൽ വെച്ചതിൻ്റെ ഉള്ളിലേക്ക് തീയാടും. നല്ല സ്മെല്ല് വന്നു. എനിക്കൊരു ട്രൈപോഡൊക്കെ വാങ്ങി ക്യാമറ ഫിറ്റ് ചെയ്യണം. ഒന്നും ഫുൾ ആംഗിളിൽ എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. ഇപ്പം കണ്ടോ നിങ്ങൾ എൻ്റെ കാള? ഇങ്ങനെ ഇലയിൽ വിളമ്പി കാണിച്ചതാ. ഇങ്ങനെ ആകുമ്പോൾ ഇതാക്കി വയ്ക്കുക. ഉള്ള വെള്ളം കൂടി വറ്റി ഡ്രൈ ആവട്ടെ. ഇനി എനിക്ക് എൻ്റെ ലാസ്റ്റ് പണിയുണ്ട്, സ്രാവ് ഇറക്കൽ. അത് ഞാൻ എടുക്കട്ടെ. ഇതൊക്കെ വിളമ്പുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് കാളൻ. ഇതാണ് കാളത്തിൻ്റെ പരിപാടി. അപ്പം ഇന്ന് നമ്മുടെ 1-ാം ഓണം ഉത്രാടത്തിന് സദ്യ കിട്ടും. ചോറ്, ഒരു പരിപ്പ് കറി, മീൻ വറുത്തത്, കാളൻ, അവിയൽ, പയറുപ്പേരി, നാരങ്ങക്കറി, പുളിയിഞ്ചി, പപ്പടം. സദ്യ ഉഷാറായില്ലേ? അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കേമാക്കൂ.